ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എവിടെയാണ് ഉള്ളതെന്നറിയോ? മൂന്നാർ വാലിയിലുള്ള അതിമനോഹരമായ നല്ലൊരു പിക്നിക് സ്പോട്ടിലാണ് ഉള്ളത് കേട്ടോ. എവിടെയാണ് ഈ സ്പോട്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുമോ? ഇവിടെ വന്നവർക്കത് ഗസ് ചെയ്യാൻ കഴിയും, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല. ഈ പ്ലേസാണ് സൂര്യനെല്ലി. മൂന്നാറിൽ നിന്നും ഏകദേശം 27 കിലോമീറ്റർ മധുരൈ തേക്കടി റൂട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും. നമുക്കൊരു ഡീവിയേഷൻ എടുത്ത് വേണം ഇങ്ങോട്ട് വരാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പാർന്ന ടീ പ്ലാന്റേഷനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല മലനിരകളും നല്ല ലൈൻസുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ഇവിടെ കൂടുതലും HMLൻ്റെ ടീ പ്ലാന്റേഷനാണുള്ളത്. HML കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന ലയൻസാണ് ഇതേ കാണുന്നത് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തെപ്പക്കുളം കാണാൻ കഴിയും. ചെറിയൊരു ചെക്ക് ഡാമാണേ. ആ ഡാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ കൂടുതലും ആളുകൾ വരുന്നത് കൊഴുക്കുമലയ്ക്ക് പോകാൻ വേണ്ടിയാണ് വരുന്നത്. കൊഴുക്കുമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ള സ്ഥലത്തിൻ്റെ ഒരു ബേസ് പോയിൻ്റാണ് ഈ സൂര്യനെല്ലിയിൽ വന്നിട്ടാണ് ഇവിടുന്ന് ട്രക്കിംഗ് ജീപ്പുകൾ എടുത്ത് നിങ്ങൾ കൊഴുക്കുമലയ്ക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളും സൂര്യനെല്ലിയിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടുത്തെ ജീപ്പുകൾ എടുത്താണ് കൊഴുക്കുമലയ്ക്ക് പോകുന്നത്. ഇവിടെ വളരെയധികം ടെൻറ്റ് ക്യാമ്പിങ്ങുകളും ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് സൂര്യനെല്ലി. നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നല്ല കണ്ണിന് കുളിർമയാർന്ന നല്ല പ്ലേസസ് ഇവിടെ കാണാൻ കഴിയും. ഈ കാണുന്നതാണ് ഇവിടുത്തെ മൂന്നാർ കാറ്ററിംഗ് കോളേജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂന്നാർ കാറ്ററിംഗ് കോളേജ്. ഇതിപ്പോൾ വേൾഡ് ഫേമസ് ആണ്. ഒത്തിരി കുട്ടികൾ കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നും ഇന്ത്യയുടെ പല സ്ഥലത്തു നിന്നും വന്ന് താമസിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് മൂന്നാർ കാറ്ററിംഗ് കോളേജ്. അപ്പോൾ അത് ഇവിടെയാണുള്ളത്, സൂര്യനെല്ലിയിലാണുള്ളത്. ദേ നമ്മൾ ആ തെപ്പക്കുളത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പച്ചപ്പാർന്ന തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ആ തെപ്പക്കുളത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വഴിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വെള്ളം നല്ല ഭംഗിയാർന്ന രീതിക്ക് ഇങ്ങനെ ശാന്തമായി കിടക്കുന്ന ഒരു ചെറിയൊരു തടാകമാണ് ഈ കാണുന്ന തെപ്പക്കുളം കണ്ടോ. ഇതിൽ നമുക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ നല്ല വ്യൂ കാണാൻ കഴിയും കേട്ടോ. ആ മേളിൽ കാണുന്നതാണ് അവിടുത്തെ ഫാക്ടറി. ഈ ടീ പ്ലാന്റേഷനിൽ നിന്നും ഈ ടീ എല്ലാം പ്ലക്ക് ചെയ്തിട്ട് ഈ തൊഴിലാളികൾ അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ടീ ഡസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ വരികയാണെങ്കിൽ കേട്ടോ. പ്ലാസിഡ് ആയിട്ടുള്ള നല്ലൊരു തെപ്പക്കുളമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ തീരത്താണ് നമ്മൾ ഈ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ പണ്ട് സിപ്പ് ലൈനും കയാക്കിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ സൈഡിലൂടെ അതിൻ്റെ കെട്ടിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഇത് ടൂറിസ്റ്റിന് കൂടുതലും അലോഡുള്ള സ്ഥലമല്ല, ഇത് അടച്ചിരിക്കുകയാണ്. HMLൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്കിതിൽ കൂടുതൽ ആളുകൾക്ക് ഇറങ്ങി വന്ന് കാണാനുള്ളൊരു ഓപ്ഷൻ കിട്ടില്ല. ആ മേളിലത്തെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ സ്ഥലം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് നല്ല പ്ലാസിഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ഫ്രണ്ട് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി കെട്ടി വെച്ചിരിക്കുന്ന ഇതിലൊന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. പുള്ളിക്ക് കയറാൻ കഴിയുന്നില്ല കേട്ടോ. പുള്ളി താഴേക്ക് ഇറങ്ങി. ശരി, നമുക്ക് നേരെ അതിൻ്റെ കെട്ടിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാം കേട്ടോ. കേട്ടോ നല്ല യൂക്കാലിപ്റ്റസ് മരമാണെങ്കിൽ നിൽക്കുന്നത്. അതിൻ്റെ സൈഡിലൂടെ ആ ഡാമിൻ്റെ വ്യൂ ആകട്ടോ. നല്ല പ്ലാസിഡായിട്ട് കിടക്കുന്ന നല്ലൊരു തടാകമാണ്. നല്ല ഭംഗിയാണ്. നമുക്കിവിടെ വന്ന് സായാഹ്ന വേളകളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല കുളിർമയാർന്ന കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ കഴിയുന്ന നല്ലൊരു പ്ലേസാണ് കേട്ടോ ഈ തെപ്പക്കുളം. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇതേ കണ്ടോ. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ടുകളാണേ. ഇതാണോ നല്ല പച്ചപ്പാർന്ന നല്ല ടീ പ്ലാന്റേഷനാണ്. ഇതേ കണ്ടോ. ഇത് വാട്ടർ അവിടെ എന്തോ വാട്ടർ സപ്ലൈക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വെള്ളം എടുക്കുകയാണ് കണ്ടോ. നല്ല ഭംഗിയാർന്ന തെപ്പക്കുളമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ. ഇപ്പം നല്ല മഞ്ഞൊക്കെ മൂടി അങ്ങിങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് മേലോട്ട് വേണം നമുക്ക് കൊഴുക്കുമലയ്ക്ക് കയറി പോകാൻ. അത് ട്രക്കിംഗ് ജീപ്പുകളിലാണ് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ താഴേക്ക് വരാൻ കഴിയും കണ്ടോ. നല്ല അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ആ കെട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മുടെ ഫ്രണ്ട് ആസ്വദിച്ച് ഇങ്ങനെ അതിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനെല്ലി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ സ്ഥലം ആ ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും വരിക. സൂര്യനെല്ലിയിൽ നല്ല മനോഹരമായ പ്ലേസസ് ഉണ്ട്. എല്ലാം വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അപ്പം ഡോണ്ട് മിസ് പ്ലേസാണ് സൂര്യനെല്ലി. എല്ലാവരും മൂന്നാറിൽ വരുവാണെങ്കിൽ ഇവിടെ വരാൻ നോക്കുക. ഓക്കെ, തെപ്പക്കുളവും സ്ഥലങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയും.